ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻട്രോ വീഡിയോ ആണ് കേട്ടോ. അതായത് ഞാനൊരു പുതിയ ചാനൽ തുടങ്ങുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തി ഒരു ചെറിയൊരു ഇൻട്രോ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശിവരഞ്ജിനി. ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. ഞാൻ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ചെറിയൊരു ആഗ്രഹമാണ് കേട്ടോ, എനിക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അതായത് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ചില കാരണങ്ങൾ കൊണ്ട് ഇതിങ്ങനെ നീണ്ടു പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അതായത് വേറൊന്നുമല്ല, ഇപ്പോൾ നിലവിലിപ്പോൾ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ചാനലുകളുണ്ട്. അപ്പോൾ അതിൽ ചിലതൊക്കെ ഞാൻ ഇപ്പോഴും വാച്ച് ചെയ്യുന്ന ചാനൽസാണ്. അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോഴുണ്ടല്ലോ, അവർ പറയുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്ത് പോസിറ്റീവായിട്ടിടുന്ന കമൻസും ഉണ്ട്, നെഗറ്റീവായിട്ടിടുന്ന കമൻസും ഉണ്ട്. അപ്പം നെഗറ്റീവ് കമൻസിലോട്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ, ചിലതൊക്കെ നമുക്ക് ഒന്ന് വായിക്കുമ്പോൾ അത് വെറുതെ കളയാൻ പറ്റിയ കമൻസ് ആയിരിക്കും. ചിലതൊക്കെ നമ്മളെ വളരെ ഡീപ്പായിട്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയുള്ള കമൻസൊക്കെ ആയിരിക്കും. നമ്മളെ മെൻ്റലി നമ്മളെ നല്ലപോലെ ഹേർട്ട് ചെയ്യുന്ന കമൻസൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവരുടെ വീഡിയോസിൻ്റെ താഴെ വരുന്ന ഈ കമൻസൊക്കെ, നെഗറ്റീവ് കമൻസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് തന്നെ വായിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗ് വരും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഇവരൊക്കെ ഈ കമൻറ്റൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവരെങ്ങനെയാണ് അത് എടുക്കുന്നത്, അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ പറ്റി ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കുറേ ഡീപ്പ് തിങ്കിങ് എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ നെഗറ്റീവ് കമൻസ് മേടിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാനും എനിക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാനും ഒരു മടി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഇങ്ങനെ ഡീപ്പായിട്ട് ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത് ഇതിലൊന്നും ഇല്ലയെന്ന് മനസ്സിലായി. ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും എനിക്ക് തന്നെ തോന്നി, എല്ലാ കാര്യങ്ങൾക്കും ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് വശങ്ങളെയും നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി. അത് അങ്ങനെ ഒരു തോട്ട് എനിക്ക് വന്നു. ആ ഒരു തോട്ട് എനിക്ക് വന്നപ്പോഴാണ് ഒരു ചെറിയൊരു കോൺഫിഡൻസ് കിട്ടിയത്. എന്തായാലും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാം. ഞാൻ ചെയ്യുമ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരും കാണും, ഞാൻ പറയുന്നതിന് നെഗറ്റീവ് കമൻസും വരും. അപ്പോൾ ഇത് രണ്ടും ഞാനൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫിയർ അങ്ങ് മാറിക്കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വന്നു. അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത്, എന്തായാലും എന്ത് വന്നാലും കുഴപ്പമില്ല എന്ന് തീരുമാനിച്ചിട്ട് ഞാനിങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്രിപ്പയർ ആയത് സത്യം പറഞ്ഞാൽ. പിന്നീട് ഞാൻ ചാനൽ തുടങ്ങിയപ്പോഴത്തേക്കുള്ള ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് പ്രൈമറി ടാസ്ക്കാണ് നമ്മളൊരു നിഷ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതായത് ഒരു കാറ്റഗറി, നമ്മൾ ഏത് കണ്ടൻറ്റാണ് ചെയ്യുന്നതെന്നുള്ളൊരു കാറ്റഗറി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അത് ഞാൻ കണ്ടുപിടിച്ചു, ഓൾറെഡി റിയാക്ഷൻ ചെയ്യാം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചാനലിന് നല്ലൊരു പേര് കൊടുക്കുക എന്നുള്ളത്. ആദ്യമൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, എപ്പോഴും യുണീക്കായിട്ടുള്ള കാര്യം ചെയ്യാം, യുണീക്കായിട്ടുള്ള പേര് നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് തല പുകഞ്ഞിങ്ങനെ ആലോചിക്കുകയാണ്. പക്ഷെ അങ്ങനെയുള്ളൊരു പേരൊന്നും എനിക്ക് കിട്ടിയില്ല. ഞാനിങ്ങനെ ഗൂഗിളിലും ചാറ്റ് GPT-യിലൊക്കെ നോക്കി. പിന്നെ അതുപോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ ചാനലിൻ്റെ പേരുമായിട്ട് റിസംബ്ലൻസ് ഉള്ള ഒരേപോലെ ഉള്ള പേരുകൾ എടുക്കാം, അങ്ങനെയൊക്കെ കുറേ ട്രൈ ചെയ്തു. ഒരു 2-3 ആഴ്ച അതിന് വേണ്ടി പോയി എന്നുള്ളതല്ലാതെ, കുറേ ടൈം വേസ്റ്റായി എന്നുള്ളതല്ലാതെ എനിക്ക് നല്ല പേര് കിട്ടിയില്ല. ചില ഇംഗ്ലീഷ് വാക്കൊക്കെ അല്ലെങ്കിൽ ചില ഇംഗ്ലീഷ് ടൈറ്റിലൊക്കെ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. പക്ഷേ എങ്കിലും അതങ്ങോട്ട് എനിക്കെന്തോ അതൊന്നും ടൈറ്റിലായിട്ട് കൊടുക്കാം, ഒരു ചാനലിൻ്റെ പേരായിട്ട് കൊടുക്കാം എന്നെനിക്കങ്ങനെ തോന്നിയില്ല. പിന്നീട് ഞാൻ ചിന്തിച്ചു, ഞാൻ എന്തായാലും മലയാളത്തിൽ സംസാരിക്കുന്നു, മലയാളത്തിലുള്ള, അതായത് കേരളത്തിനകത്ത് നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ മലയാളികളായിരിക്കും കാണുന്നത്. അപ്പോൾ എല്ലാം ഫുൾ നമ്മുടെ ലാംഗ്വേജാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഇംഗ്ലീഷിലോട്ടൊക്കെ പോകണം? ഒരു മലയാളത്തിലെ ഒരു പേര് തന്നെ കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ച് മലയാളം പേരുകൾ, ചാനലിന് പറ്റിയ മലയാളം ടൈറ്റിൽസൊക്കെയാണ് ഞാൻ കുറേ സെർച്ച് ചെയ്തത്. എന്നിട്ടും ചില പേരുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവസാനമാണ് എനിക്കിങ്ങനെ ഒരു സൂക്ഷ്മദർശിനി എന്നൊരു പേര് എനിക്ക് തന്നെ പറയുമ്പോൾ ചെറുതായി തെറ്റിപ്പോകും കേട്ടോ. അങ്ങനെ ഒരു പേര് എനിക്ക് സ്ട്രൈക്കായത്. അപ്പം ഞാൻ വിചാരിച്ചു, ഈ പേര് തന്നെ കൊടുക്കാം. ഇനി കൂടുതൽ ചിന്തിച്ച് ആലോചിച്ച് കുളമാക്കണ്ട, ഈ പേരിൽ തന്നെ അങ്ങ് നിൽക്കാം. ഇനി ചുമ്മാ എന്തിനാണ് ഇതിനൊക്കെ വേണ്ടി സമയം കളയുന്നതെന്ന് വിചാരിച്ച് ഈ ഒരു പേരിൽ തന്നെ ഞാൻ സ്റ്റക്കായി നിന്നു. അങ്ങനെ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരിന് സൂക്ഷ്മദർശിനി എന്നൊരു പേര് ഞാൻ കൊടുത്തു. അതെനിക്ക് പേരെല്ലാം കൊടുത്ത് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കതൊരു ക്രിഞ്ച് പോലെയൊക്കെ തോന്നി. എന്തായാലും അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ് ഞാനിപ്പം വിചാരിക്കുന്നത്. ഒരു 40% മാത്രമേ ഞാൻ എൻ്റെ ചാനലിന് കൊടുത്ത പേരിനോട് എനിക്കൊരു ഇഷ്ടമുള്ളൂ. ബാക്കി ഒരു 60% എനിക്ക് കുറച്ചൊന്ന് അക്സെപ്റ്റ് ചെയ്യാനൊരു ചെറിയ മടിയാണ്. അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക്കിനെ
റിയാക്ട് ചെയ്യുക, അതിലെൻ്റെ അഭിപ്രായം പറയുക എന്നുള്ളതാണ് അല്ലേ. റിയാക്ഷൻ വീഡിയോ ചെയ്യുക എന്നുള്ളതാണ്. അതും എൻ്റെ ഒരു നേച്ചർ, എൻ്റെ ഒരു സ്വഭാവവും തമ്മിൽ ഒരു വലിയ ഡിഫറൻസ് ഉള്ളതുപോലെ ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് വേറൊന്നുമല്ല, നമുക്കെല്ലാവർക്കും നമ്മുടെ ലൈഫിൽ ഓരോ ലെസൺസ് നമ്മൾ ലേൺ ചെയ്യും. ചില പാഠങ്ങൾ നമ്മൾ പഠിക്കും. അനുഭവം വരുമ്പോൾ നമ്മൾ ഒരു തീരുമാനങ്ങൾ എടുക്കും. ഇനി നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യൂല, ഇനി നമ്മൾ അങ്ങനെയൊന്നും ചെയ്യൂല എന്നൊക്കെയുള്ള തീരുമാനം എടുക്കും. അങ്ങനെ ഞാൻ എടുത്തൊരു ഡിസിഷനാണ്, എൻ്റെ ഇത്രയും ഈ ഒരു ഏജിൽ ഞാൻ എടുത്തൊരു ഡിസിഷനാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പോവുകയോ അഭിപ്രായം പറയുകയോ ഞാൻ ചെയ്യൂല. വഴിയെ പോകുന്ന വയ്യാവേലിയിൽ ഒന്നും തലയെടുത്ത് വെക്കൂല. ഒരിക്കലും ഒരു കാരണവശാലും മറ്റുള്ളവരുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് അന്വേഷിക്കാൻ പോവുകയും ഇല്ല, അതിൽ അഭിപ്രായം പറയുകയില്ല, പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യില്ല എന്നുള്ളതെല്ലാം ഞാൻ ഓൾറെഡി തീരുമാനിച്ച കാര്യങ്ങളാണ്. ഇതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ നേച്ചർ എന്ന് പറയുന്നത്. പണ്ട് അങ്ങനെ ഇടപെടാൻ പോയി ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പം നിലവിലിപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി എൻ്റെ സമാധാനം നോക്കിയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ എന്താണത് നടന്നതെന്ന് അന്വേഷിക്കാനും പോവില്ല, അതിൽ അഭിപ്രായം പറയാനും പോവില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് വേറൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ രണ്ട് വ്യക്തികളുടെ ഇടയിൽ അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ ഇടയിൽ നടക്കുന്ന നമ്മുടെ സൊസൈറ്റിയിലെ പ്രശ്നങ്ങളെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് അതിൽ എൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഈ ഒരു നേച്ചറും ഞാൻ ഈ ചെയ്യുന്ന വർക്കും തമ്മിലൊരു വലിയ ഡിഫറൻസ് ഉള്ളതുപോലെ തോന്നി. അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടായാലും എനിക്കിത് വീഡിയോ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം ആരെയും വെറുപ്പിക്കാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളിലും നല്ലൊരു ഡീപ്പ് അനലൈസ് ചെയ്തതിന് ശേഷം പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ അഭിപ്രായം പറയാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളെല്ലാവരും ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ചാനൽ കാണുന്നവരാണല്ലേ. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണുന്നതാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ചെറിയ ചെറിയ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത് നമ്മൾ ഒരു അഭിപ്രായം പറയുന്നതാണ്. അതായത് വേറൊരു വ്യക്തിയുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശരി ചെയ്ത് തെറ്റെന്ന് പറയുന്നതാണ് ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, ഇൻഫ്ലുവൻസേഴ്സ്, ട്രാവൽ വ്ളോഗ് ചെയ്യുന്നവർ, ബ്യൂട്ടി കണ്ടന്റ് ചെയ്യുന്നത്, പിന്നെ ഫാമിലീസ് തമ്മിലുള്ള അടി, ഇങ്ങനെ ഓരോ കാറ്റഗറിയിൽ ഓരോരോ ചെറിയ ചെറിയ വഴക്കും അടിയും നടക്കുന്നത്, പിന്നെ പറ്റിക്കുന്നത്, പൈസ പറ്റിക്കുന്നത്, പോലീസിൻ്റെ പിടിയിൽ പെട്ടത്, അങ്ങനെയുള്ള കാറ്റഗറീസിനെ പറ്റിയുള്ള അങ്ങനെയുള്ള ചെറിയ ചെറിയ ന്യൂസുകളൊക്കെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വേറൊരു വ്യക്തിയുടെ ലൈഫിലെ കാര്യങ്ങളെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അവിടെ. ഈ സംസാരിക്കുന്ന ഞാൻ പെർഫെക്റ്റ് ആണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പം അതെനിക്ക് ക്ലിയർ ആയിട്ടൊന്ന് പറയണമെന്നുണ്ട്. ഞാനൊരിക്കലും ഈ റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നതിൻ്റെ പേരിൽ ഞാനൊരിക്കലും പെർഫെക്റ്റ് അല്ല. ഞാനൊരു 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, എനിക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് എന്ന് ഞാൻ ഒരിടത്തും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരാളും അല്ല ഞാൻ. അപ്പോൾ ഇത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ കമൻറ്റ്സ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാനതൊന്ന് ആദ്യമേ പറഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു വ്യക്തിയുടെ ലൈഫിൽ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ അടി, അതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ അതെൻ്റെ ലൈഫിൽ നടക്കുന്നില്ലേ, ഞാൻ പെർഫെക്റ്റ് ആണോ എന്ന് ചോദിക്കാം. അപ്പോൾ ആർക്കും വേണോ ചോദിക്കാം അല്ലേ. അപ്പോൾ അതിന് ഓൾറെഡി ഞാൻ നേരത്തെ തന്നെ ഒരു ആൻസർ തന്നതാണ്. ഞാൻ അങ്ങനെ അഭിപ്രായം പറഞ്ഞാലും ഞാൻ പെർഫെക്റ്റ് ആയിട്ടൊരാളെ അല്ല. അതാണ് എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനൊന്ന് എൻ്റെ ഒരു ഇൻട്രോ വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്ന് വിചാരിച്ചത്. നമ്മൾ വെറുതെ വീഡിയോസ് ഇട്ട് പോകുന്നതിന് മുമ്പേ നമ്മളെക്കുറിച്ച് കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയാമെന്ന് കരുതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ഇൻട്രോയുടെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഒരു ട്രാവൽ വ്ളോഗ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഇൻട്രോയൊക്കെ എടുക്കുമായിരിക്കും അല്ലേ. അതുപോലെ ഞാനും എൻ്റെ ചാനലിനൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി പുതിയ പുതിയ വീഡിയോസായിട്ട് കാണാം. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.